ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏലിയാ ശ്ലീഹ മൂശാക്കാലവുമായി ബന്ധപ്പെട്ട് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പുനരുത്ഥാനത്തെക്കുറിച്ച് സദുക്കായർ ഈശോയോട് ചോദിക്കുന്നതും അതിൻ്റെ ഉത്തരം ഈശോ പറയുന്നതുമാണ് സന്ദർഭം. അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് ഈശോ യഹൂദന്മാരെ ഓർമ്മിപ്പിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ പിതാവായ ദൈവം പഴയ നിയമത്തിൽ എപ്രകാരമാണ് യഹൂദർക്ക് തന്നെ വെളിപ്പെടുത്തിയത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും അവരെ. ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്നാണ് മോശയോട് പിതാവായ ദൈവം വെളിപ്പെടുത്തിയത്, യാഹ്വേ വെളിപ്പെടുത്തിയത് എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് മുൻപിൽ അവരെല്ലാവരും ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യമാണ്. കത്തോലിക്ക സഭ ഉറച്ചു വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി 3 സഭകളും സന്നിഹിതമാകുന്നുവെന്ന്. വിജയ, സമര, സഹന സഭകൾ വിശുദ്ധ കുർബാന മധ്യേ സന്നിഹിതമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ഇപ്രകാരമുള്ള വിശ്വാസത്തിനുള്ള അടിസ്ഥാന വചനമായിട്ട് ഇന്നത്തെ ഈ വചനത്തെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ദൈവത്തിരുമുൻപാകെ ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയവരെല്ലാവരും ജീവിച്ചിരിക്കുന്നുവെന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ വചനം നമ്മെ കൊണ്ടെത്തിക്കുക. വിശുദ്ധന്മാർ, പ്രവാചകന്മാർ, പൂർവപിതാക്കന്മാർ എല്ലാവരും ദൈവസന്നിധിയിൽ ജീവിച്ചിരിക്കുന്നു. സഭ പഠിപ്പിക്കുന്ന ആ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന്. സ്ഥലമൊരുക്കി വീണ്ടും വരുമെന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്ഥലമൊരുക്കി അവിടുന്ന് വീണ്ടും വരുമ്പോൾ നമുക്ക് അവിടെ പ്രവേശിച്ച് അവൻ്റെ കൂടെ വസിക്കാൻ സാധിക്കുമോ? എനിക്കും അവിടെ ഒരു വസതി കിട്ടുമോ? ആ വസതി കിട്ടുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.